ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സാരി ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ ഓർഗൻസയുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റ് കളറുള്ള ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിൽവർ കളറുള്ള സീക്വൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് കളറുള്ള ചെറിയൊരു ഷൈനിങ് ഉള്ള ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് സിൽവർ കളറുള്ള കട്ട് ബീഡ്സ് ആണ്. അതിന് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാരീൻ്റെ ബോർഡറിൽ കൂടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട് ചേർന്ന് വരുന്ന ബോർഡറിലെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങ് താഴെ വരെ മുന്താണിന് അവിടുന്ന് ഇങ്ങ് ചെസ്റ്റ് പോർഷൻ്റെ അങ്ങ് പുറകു വരെ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് താഴെ മേലെയായിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മേലെ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഞാനിവിടെ കുറച്ച് ഫ്ലവേഴ്സും അതുപോലെ തന്നെ കുറച്ച് റൗണ്ട്സും വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവറൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് ചെസ്റ്റ് പോർഷനിൽ മാത്രമായിട്ടും ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു ആകൃതിയിൽ ഇങ്ങനെ ഒരു യു പോലത്തെ ആകൃതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ചെസ്റ്റ് പോർഷനിൽ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ബോർഡറിൽ കൂടിയും ചെയ്ത് കൊടുക്കാം. പിന്നെ ബോർഡറിൻ്റെ അറ്റത്തോട് വേണമെങ്കിൽ നമുക്ക് സ്കാൽപ്പ് വർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവേ. ഇല്ലെങ്കിൽ ബീഡ്സ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യം നമ്മൾ ഫ്ലവറിൻ്റെ നടുഭാഗത്ത് ഒരു സീക്വൻസും ഒരു വൈറ്റ് കളറുള്ള ബീഡ്സും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ ഓരോ ഇതളുമില്ലേ, നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ സീക്വൻസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ. റൗണ്ട്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അതിനാദ്യം ഒരു ബീഡ്സ് നടുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റും ഞാനൊരു 7 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് റൗണ്ട് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തേത് വൈറ്റ് കളറുള്ള ബീഡ്സ് എടുത്തിരിക്കുന്നത്, രണ്ടാമത്തേതിൽ ട്രാൻസ്പെറൻറ്റ് കളറുള്ള ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നടുക്ക് വൈറ്റ് കളറുള്ള ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മാറി മാറി വേണം നമ്മൾ ഈ റൗണ്ട്സ് എല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.